ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനട ക്ഷേത്രമാണ്. മലനട ക്ഷേത്രം കൊല്ലം ജില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം എവിടെയാണെന്നറിയാമോ? കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എവിടെയാണെന്നറിയാമോ? കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം പുൽപ്പള്ളി. അതെവിടെയാണ്? വയനാട്. പുൽപ്പള്ളി, വയനാട്. അതുപോലെ പറയുകയാണെങ്കിൽ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണെന്നറിയാമോ? ഏതാണ്? പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നട തുറക്കുന്ന ക്ഷേത്രം ഏതാണെന്നറിയാമോ? തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതെവിടെയാണ്? കോട്ടയം ജില്ല. എവിടെയാണ്? കോട്ടയം ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം എവിടെയാണ്? തൃക്കാക്കര ക്ഷേത്രം. ജില്ല എറണാകുളമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഭരതക്ഷേത്രം എവിടെയാണെന്ന് അറിയുമോ? കൂടൽമാണിക്യം ഭരതക്ഷേത്രം. കേട്ടോ, കൂടൽമാണിക്യം ഭരതക്ഷേത്രം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ സ്ഥിതി എവിടെയാണ്? കണ്ണൂർ. കേട്ടോ, കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ടെമ്പിളിലാണ്. കേട്ടോ, കണ്ണൂർ ജില്ലയിലാണ് ശിവന്റെ ഒരു വെങ്കല പ്രതിമ. അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരപ്രഭു പ്രതിമ ഏതാണ്? ഗുരുവായൂരിലുള്ള മരപ്രഭു പ്രതിമയാണ്.